ഹായ്, നമസ്കാരം. എല്ലാവർക്കും വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 4.9 സെൻറ്റ് സ്ഥലത്ത് 2300 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച മനോഹരമായിട്ടുള്ള ഒരു 4 ബെഡ്റൂം വീട്. വീട് വരുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് പൂക്കാട്ടുപടിയിലാണ്. പൂക്കാട്ടുപടിയിൽ കിഴക്കമ്പലം 2020 പഞ്ചായത്തിലുമാണ് ഈ വീട് വരുന്നത്. പൂർണ്ണമായും ഒരു കണ്ടംപററി ഡിസൈൻ എലവേഷനാണ് വീടിന് നൽകിയിരിക്കുന്നത്. ധാരാളം ബോക്സ് ടൈപ്പ് സ്ട്രക്ചറുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ധാരാളം ടെക്സ്ചർ വർക്കുകളും നമുക്ക് വീടിൻ്റെ ഭാഗമായിട്ട് കാണാം. വളരെ സിമ്പിളായിട്ടുള്ള മതിലാണ് നൽകിയിരിക്കുന്നത്. സ്ക്വയർ ട്യൂബ് മതിലിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. വീടിന് ഇരുവശത്തും റോഡായതുകൊണ്ട് തന്നെ നല്ല ഒരു എയർ പാസേജ് സൗകര്യമൊക്കെ ഉള്ള മനോഹരമായിട്ടുള്ളൊരു വീടാണിത്. ഗേറ്റ് നിർമ്മിച്ചിരിക്കുന്നത് ബെക്ക്വുഡിലും സ്ക്വയർ ട്യൂബിലുമാണ്. സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലുമായിട്ടാണ് ഗേറ്റ് വരുന്നത്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം 10 കിലോമീറ്ററാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം വരുന്നത്. രാജഗിരി ഹോസ്പിറ്റലിലേക്ക് ഏകദേശം 4 കിലോമീറ്റർ അകലമുണ്ടാകും. പൂക്കാട്ടുപടി ജംഗ്ഷനിലേക്ക് 1.5 കിലോമീറ്ററാണ് ദൂരം. മനോഹരമായിട്ടുള്ള റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യത്തോടു കൂടിയാണ് കാർ പോർച്ച് ഒരുക്കിയിരിക്കുന്നത്. മുറ്റത്ത് ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് ആണ് വരുന്നത്. 4.9 സെൻറ്റ് ആയതുകൊണ്ട് തന്നെ വീടിന് ചുറ്റും അത്യാവശ്യം നടക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്പേസ് കൂടി നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ കിണർ വെള്ളം ലഭ്യമാണ്. അതുപോലെ തന്നെ KWA വാട്ടർ കണക്ഷനും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ചാർട്ടർ സ്കൂളിൻ്റെയും കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെയും ഏകദേശം അടുത്തായിട്ടാണ് ഈ വീട് വരുന്നത്. ഏകദേശം ഒരു 1.5 കിലോമീറ്ററാണ് ആ സ്കൂളുകളിലേക്ക് ഈ വീട്ടിൽ നിന്നുള്ള അകലം വരുന്നത്. അതുപോലെ തന്നെ സമരട്ടൻ ഹോസ്പിറ്റലിലേക്ക് വരുന്ന ദൂരം ഏകദേശം 3 കിലോമീറ്ററിൽ താഴെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ വീടിന് ചുറ്റും അത്യാവശ്യം സ്ഥല സൗകര്യങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട്. അവിടെയെല്ലാം ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ വിശേഷങ്ങളിലേക്ക് വരാം. ആദ്യം തന്നെ സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിൽ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നീളത്തിലുള്ള ഒരു സിറ്റ് ഔട്ട്, ഒരു പില്ലർ വരുന്നുണ്ട്. അവിടെ ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്. 2 പാളികളുള്ള വാതിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. തേക്കുഡിലാണ് വാതിൻ്റെ നിർമ്മാണം. മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് വരുന്നത് ലിവിങ് ഏരിയയിലേക്കാണ്. നേരെ നോക്കുമ്പോൾ തന്നെ TV യൂണിറ്റുള്ള സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇരുവശത്തും ജനലുകൾ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലായിട്ട് ഫ്രഞ്ച് വിൻഡോയാണ് വരുന്നത്. മുകൾ ഭാഗത്ത് ഫോൾ സീലിംഗ് വർക്കും നൽകിയിട്ടുണ്ട്. മൾട്ടിവുഡ് ഉപയോഗിച്ചിട്ടാണ് ഇൻറ്റീരിയർ വർക്കുകളെല്ലാം പൂർത്തിയാക്കിയിരിക്കുന്നത്. ഫോൾ സീലിംഗ് കോവ് LED ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഫാനും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലിവിങ്ങിനെയും ഡൈനിങ്ങിനെയും തിരിക്കുന്നത് ഈ കാണുന്ന പാർട്ടീഷൻ വാളാണ്. അതും മൾട്ടിവുഡ് ഉപയോഗിച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ലിവിങ്ങിന് ചേർന്ന് തന്നെയാണ് ഡൈനിങ് ഏരിയയും വരുന്നത്. അത്യാവശ്യം വിശാലമായിട്ടുള്ള ഡൈനിങ് സ്പേസ് തന്നെ കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ഡൈനിങ് സ്പേസിൽ നിന്നാണ്. സ്റ്റെയറിനടിയിലായിട്ട് കുറച്ച് സ്റ്റോറേജ് സ്പേസുകൾ വരുന്നുണ്ട്. അവിടെയാണ് ഇൻവെർട്ടർ വയ്ക്കാനുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു ഭാഗത്ത് ഒതുങ്ങി മാറി തന്നെയാണ് വാഷ് ബേസിൻ സജ്ജീകരിച്ചിരിക്കുന്നത്. ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ടൈലുകളാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം ക്യൂരിയോസ് എല്ലാം വയ്ക്കാവുന്ന സ്പേസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മുകളിൽ ഫോൾ സീലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. അവിടെ എല്ലാം ഫാന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ പ്രവേശിക്കുന്നത് കിച്ചണിലേക്കാണ്. താഴെയും മുകളിലുമായിട്ട് ധാരാളം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. ഗ്രാനൈറ്റ് ആണ് ടേബിൾ ടോപ്പായി ഉപയോഗിച്ചിരിക്കുന്നത്. എൽ ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത്. പ്രൊഫൈൽ ഹാൻഡിലുകളാണ് കബോർഡുകൾക്ക് നൽകിയിരിക്കുന്നത്. ഗ്രേയും വൈറ്റും കളറാണ് കബോർഡുകൾക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത്. കിച്ചന് പുറമെ ഒരു വർക്ക് ഏരിയ സ്പേസ് കൂടി നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അവിടെയും നമുക്ക് കൗണ്ടർ ടോപ്പ് ഒരുക്കിയിട്ടുണ്ട്. താഴത്തെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു. ഷീറ്റ് വർക്കിലാണ് ഈ ഭാഗം ചെയ്ത് എടുത്തിരിക്കുന്നത്. പോളികാർബണേറ്റ് ഷീറ്റ് ഉപയോഗിച്ച് സൈഡുകൾ മറച്ചിരിക്കുന്നു. ഗ്രൗണ്ട് ഫ്ലോറിൽ ഈ വീടിന് 2 ബെഡ്റൂമുകളാണുള്ളത്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഒരു വശത്തായിട്ട് വലിയ ഒരു 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വാർഡ്രോബും ഒരുക്കിയിരിക്കുന്നു. വുഡും വൈറ്റും കളറും ചേർന്ന കോമ്പിനേഷനിലാണ് വാർഡ്രോബ് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല സ്റ്റോറേജ് സ്പേസുള്ള വലിയ ഒരു വാർഡ്രോബ് തന്നെയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മുകളിൽ ഫോൾ സീലിംഗ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു ഭിത്തിയിൽ മാത്രം അല്പം കളർ വ്യത്യാസം നൽകിയിരിക്കുന്നു. ഇവിടെയാണ് ബാത്റൂം.
PVC ഡോറുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷിലാണ് വാൾ ടൈലുകൾ വരുന്നത്. 2 ഡിഫറെൻറ്റ് കളറുള്ള ടൈലുകൾ കൊടുത്തിരിക്കുന്നു. സെറയുടേതാണ് സാനിറ്ററി ഫിറ്റിങ്സുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. നേരത്തെ കണ്ട ബെഡ്റൂമിനേക്കാൾ അല്പം കൂടി ചെറുതാണ് ഈ ബെഡ്റൂം. പക്ഷെ നല്ല കബോർഡുകളെല്ലാം മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. കബോർഡിന് പുറമെ ഈ ബെഡ്റൂമിൽ ഒരു ഡ്രസ്സിംഗ് സ്പേസ് കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ബാത്റൂം വരുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂം തന്നെയാണ് ഇതും. വൈറ്റും ബ്ലാക്കും കളറിലുള്ള ടൈലുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സാനിറ്ററി ഫിറ്റിങ്സുകൾ സെറ എന്ന കമ്പനിയുടെ തന്നെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് താഴത്തെ നിലയിലുള്ള വിശേഷങ്ങൾ. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്കാണ് പോകേണ്ടത്. സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റ് ഉപയോഗിച്ചിരിക്കുന്നു. ഹാൻഡ് റെയിൽ സ്റ്റീലും ഗ്ലാസും ഉപയോഗിച്ചിട്ടാണ് നൽകിയിരിക്കുന്നത്. അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഒരു പർഗോള നൽകിയിട്ടുണ്ട്. മുകളിൽ ഒരു ഷാൻലിയർ നൽകിയിരിക്കുന്നു. ഫോൾ സീലിംഗ് വർക്കുകൾ മികച്ച രീതിയിൽ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു TV യൂണിറ്റും ഒരു ഭാഗത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. മൾട്ടിവുഡ് ഉപയോഗിച്ചിട്ടാണ് ആ TV യൂണിറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിലായിട്ട് വാൾപേപ്പറുകൾ നൽകിയിട്ടുണ്ട്. L ഷേപ്പിലാണ് ഈ അപ്പർ ലിവിംഗ് സ്പേസ് വരുന്നത്. മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. ഇവിടെയാണ് ആദ്യത്തെ ബെഡ്റൂം. താഴത്തെ നിലയിൽ കണ്ട ബെഡ്റൂമുകളുടെ അതേ വലിപ്പം തന്നെയാണ്, എക്സാക്റ്റ് സെയിം മുകളിൽ തന്നെയാണ് ഈ ബെഡ്റൂമുകളും സജ്ജീകരിച്ചിരിക്കുന്നത്. എല്ലാ ബെഡ്റൂമിലും വാർഡ്രോബും കൊടുത്തിട്ടുണ്ട്. ഫിറ്റിങ്സുകളെല്ലാം സെയിം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഫോൾ സീലിംഗ് വർക്കുകളും നമുക്കിവിടെ എല്ലാ ബെഡ്റൂമിലും ചെയ്തിട്ടുള്ളതായി കാണാം. വളരെ മികച്ച രീതിയിലാണ് ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. നല്ലൊരു ലൊക്കേഷനിലാണ് ഈ വീട് വരുന്നത്. ബസ് റൂട്ടിൽ നിന്ന് കേവലം ഒരു 150 മീറ്റർ മാത്രമാണ് വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. കോർണർ പ്രോപ്പർട്ടി ആയിട്ടാണ് ഈ വീട് വരുന്നത്. പൂർണ്ണമായും ഒരു കണ്ടംപററി ഡിസൈനാണ് വീടിന് നൽകിയിരിക്കുന്നത്. 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. കിണർ വെള്ളം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ KWO വാട്ടർ കണക്ഷനും ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ചാർട്ടർ സ്കൂളിലേക്കും കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂളിലേക്കും വരുന്ന ദൂരം ഒരു 1.5 കിലോമീറ്ററിൽ താഴെ മാത്രമാണ്. പൂക്കാട്ടുപടി ജംഗ്ഷനിലേക്ക് ഒരു 1.5 കിലോമീറ്റർ ദൂരം ഉണ്ടാവും. സമരിട്ടൻ ഹോസ്പിറ്റലിലേക്ക് 3 കിലോമീറ്ററാണ് ഏകദേശ ദൂരം വരുന്നത്. എയർപോർട്ടിലേക്ക് നമുക്കൊരു 20 മിനിറ്റിനുള്ളിൽ എത്തിച്ചേരാനും സാധിക്കുന്നതാണ്. ഇൻഫോ പാർക്കിലേക്ക് 10 കിലോമീറ്ററാണ് ഏകദേശ ദൂരം വരുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ 4ാമത്തെ ബെഡ്റൂമിൻ്റെ ബാത്റൂമിലാണ്. വലിയ വലിപ്പമുള്ളതാണ് എല്ലാ ബാത്റൂമുകളും. മികച്ച രീതിയിൽ തന്നെയാണ് ബാത്റൂമുകളും നിർമ്മിച്ചിരിക്കുന്നത്. നാല് ബെഡ്റൂമുകൾക്ക് പുറമെ ഇവിടെ യൂട്ടിലിറ്റി സ്പേസ് കൂടി അവൈലബിൾ ആണ്. ഇവിടെയാണ് വാഷിംഗ് മെഷീൻ്റെ സ്ഥാനം. മുകളിലേക്ക് പോകുന്നതിനായി MS തീർത്ത സ്റ്റെയറുകളും നമുക്കിവിടെ കാണാം. ഷീറ്റ് വർക്കിലാണ് ഈ ഭാഗം കവർ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കാണാനുള്ളത് ബാൽക്കണി മാത്രമാണ്. ഇതാണ് ബാൽക്കണി. വിശാലമായിട്ടുള്ളത് തന്നെയാണ് ബാൽക്കണി. ഹാൻഡ് റെയിലുകൾ സ്റ്റീലും ഗ്ലാസും ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. 4.9 സെൻറ്റ് സ്ഥലത്ത് 2300 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമും ഒരു യൂട്ടിലിറ്റി സ്പേസുമുള്ള ഒരു വീടാണിത്. വീട് വരുന്നത് പൂക്കാട്ടുപടിയിൽ കിഴക്കമ്പലം പഞ്ചായത്തിലാണ്. ഇനി നമുക്ക് വീടിൻ്റെ വില പറയാം. ഈ വീടിന് ബിൽഡർ ആവശ്യപ്പെടുന്ന വില 89 ലക്ഷം രൂപയാണ്. പക്ഷേ നെഗോഷ്യബിൾ ആണ്. ഈ വീട് കാണാനായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. ഇതുപോലുള്ള ധാരാളം വീടുകൾ അപ്ലോഡ് ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് തത്സമയം ലഭിക്കാനായിട്ട് ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യുകയും ചെയ്തേക്കുക.